ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 10ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൻ്റെ പാർട്ട് 4 ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് displacement reaction as well as a double displacement reaction. Today's topic oxidation and reduction as well as corrosion and rancidity. Okay, oxidation and reduction. Moving on to the activity 1.1, that is heat a china dish containing about 1 gram of copper powder. What do you observe? So the activity എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പർ പൗഡർ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അതിന് ശേഷം എന്താണ് ഒബ്സർവേഷൻ എഴുതാൻ പോവുകയാണ്. So this is the experiment, that is we have to heat a copper powder which is about 1 gram in a burner or in a flame spirit lamp, and we have to observe what will the observation. Okay, the surface of copper powder becomes coated with the black copper oxide, copper to oxide. So ഈ കോപ്പർ പൗഡർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്ലാക്ക് കളറായിട്ടുള്ള കോപ്പർ പൗഡറിൻ്റെ കളർ നമുക്കറിയാം എന്തായിരിക്കും കളറ്, ഒരു ബ്രൗണിഷ് കളറാണ്. അതെന്ത് ചേഞ്ച് ചെയ്യും, ഒരു ബ്ലാക്ക് കോപ്പർ ടു ഓക്സൈഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇവിടെ കോപ്പർ 2 എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസിയാണ്, കോപ്പറിൻ്റെ വാലൻസിയാണ് 2+ കോപ്പർ ഓക്സൈഡിനകത്ത്. സോ കോപ്പർ 2 ഓക്സൈഡ് എന്ന് പറയുന്നു. വൈ ഡസ് has this black color formed? എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ ഫോം ചെയ്തത്? This is because the oxygen is added to copper and the copper oxide is formed. So കോപ്പറിനകത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്തപ്പോൾ ഹീറ്റ് ചെയ്തതിൻ്റെ പ്രസൻസിൽ ഇറ്റ് ഫോംസ് ദി കോപ്പർ ടു ഓക്സൈഡ്. സോ ഇത് കാരണമാണ് ഇതിന് ബ്ലാക്ക് കളറായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഓക്കെ, ഇഫ് ഹൈഡ്രജൻ ഗ്യാസസ് പാസ്ഡ് ഓവർ ദിസ് ഹീറ്റഡ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് കോപ്പർ ഓക്സൈഡ്, the black coating on the surface returns back to the reverse reaction takes place and copper is obtained. So copper oxide-നകത്ത് നമ്മൾ ഹൈഡ്രജൻ പാസ് ചെയ്യുകയാണെങ്കിൽ ദിസ് റിയാക്ഷൻ എന്ത് കിട്ടും നമുക്ക്? കോപ്പർ ആൻഡ് വാട്ടർ ഇസ് ഫോംഡ്. കാരണം എന്തെന്ന് വെച്ചാൽ റിവേഴ്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. So if a substance gains oxygen during a reaction, then it is said to be oxidized. So oxidation എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് എപ്പോഴാണോ അതിൻ്റെ റിയാക്ഷൻ സമയത്ത് ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സബ്സ്റ്റൻസിന് എന്ത് പറയും? ഓക്സിഡൈസ്ഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇഫ് എ സബ്സ്റ്റൻസ് ലൂസസ് ഓക്സിജൻ ഡ്യൂറിങ് എ റിയാക്ഷൻ then it is reduced. So in this reaction എന്ന് പറയുന്നത് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു, പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് reverse reaction taking place. So moving on to the next paragraph, that is during this reaction the copper 2 oxide is losing oxygen and is being reduced. ഈ റിയാക്ഷനിൽ എന്ത് സംഭവിച്ചു? കോപ്പർ 2 ഓക്സൈഡ് ഹൈഡ്രജനെ ഗെറ്റ് ചെയ്യുമ്പോൾ ദിസ് ഹൈഡ്രജൻ is gaining oxygen and is being oxidized. In other words, so one reactant get oxidized while the other reactant get reduced. So ഇവിടെ എന്ന് പറയുന്നത് കോപ്പർ ഓക്സൈഡ് കോപ്പറായിട്ട് മാറി, അതുപോലെ തന്നെ H2 എന്തായി മാറി? H2O ആയി മാറി. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കോപ്പർ ഓക്സൈഡ് CuO ഇതിനകത്ത് കോപ്പറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് +2 ആണ്. ബിക്കോസ് O എപ്പോഴും എന്തായിട്ട് മാറും? O2 - ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ +2 ആയിരിക്കും അതിൻ്റെ ബാലൻസി. സോ +2 is the valency for copper here. So it will convert into copper only. Copper oxide is converted to copper. So കോപ്പറിൻ്റെ വാലൻസി നമുക്കറിയാം, ഒരു ഏതൊരു എലമെൻറ്റും അതിൻ്റെ ഓൺ സ്റ്റേറ്റിലാവുമ്പോൾ അതിൻ്റെ വാലൻസി 0 ആണ്. സോ 2 ഈസ് കൺവേർട്ടഡ് ടു 0, ദാറ്റ് ഈസ് എ റിഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. സോ ദ കോപ്പർ ഓക്സൈഡ് converts into copper is a reduction reaction, as well as H2 on reaction to form H2O, that is H2 existing in the 0 valency state and H2O H2 exist in the +1 valency state ആണ്. So 0 converting to 1, that is increase, that is known as oxidation. So the oxidation reaction taking place. So CuO converted to Cu is a oxidation reaction, as well as H2 converted to reduction reaction, H2 converted to H2O, that is a oxidation reaction. Okay, നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. So in a reaction when both oxidation and reduction taking place, such reactions are called a redox reaction. Okay, so the redox reaction is taking place here. So this is a redox reaction. Okay, this is an example for redox reaction. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത റിഡോക്സ് റിയാക്ഷൻസ് ആണ്. വേറെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ദാറ്റ് ആർ ZnO on reaction with the carbon gives Zn plus carbon monoxide, as well as MnO2 plus 4HCl gives MnCl2 plus 2H2O and Cl2. So moving on to the next,
that is we are going to explain oxidation and reduction in detail in terms of oxidation. Okay, the reaction in which the substance gains oxygen is known as oxidation reaction. ഏത് റിയാക്ഷനിലാണോ സബ്സ്റ്റൻസ് ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നത് അങ്ങനത്തെ റിയാക്ഷനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, Cu plus HO2 gives CuO, that is copper on reaction with oxygen gives copper 2 oxide. So moving on to the next, that is reaction in which the substance remove oxygen is known as reduction reaction. ഏത് റിയാക്ഷനിലാണോ സബ്സ്റ്റൻസ് ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് അങ്ങനത്തെ റിയാക്ഷനാണ് നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, HgO, that is mercuric oxide, on reaction or on heating gives mercury and oxygen. So mercury and oxygen are reduced after HgO is heated. So here കോപ്പറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ കോപ്പർ ഓക്സൈഡിൻ്റെ വാലൻസി എന്ന് പറയുന്നത് +2 ആണ്. സോ ദിസ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഹിയർ HgOയിൽ കോപ്പറിൻ്റെ Hg, ദാറ്റ് ഈസ് ദ മെർക്കുറിയുടെ വാലൻസി എന്ന് പറയുന്നത് +2 ആണ്. ഇറ്റ് ഗീവ്സ് ആൻഡ് ഫോംസ് 0. So there is a reduction happening here. So this is reduction reaction as well as this is oxidation reaction. So we are going to explain oxidation and reduction in terms of hydrogen. So the reaction in which the substance loses hydrogen is known as oxidation reaction, as well as a reaction in which the substance gains hydrogen is known as reduction reaction. So just opposite that of the oxidation ആണ് ഹൈഡ്രജൻ്റെ അഡീഷനും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ലൂസും അതായത് റിമൂവലും. സോ നമ്മളിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. H2Sൽ സൾഫർ -2 ഇൻ സ്റ്റേറ്റ് ആണ്, വൈൽ ദാറ്റ് ഓഫ് 2Sൽ അതായത് സൾഫർ ഒരു സോളിഡ് ഫോമിലാണെങ്കിൽ ഇറ്റ് ഈസ് 0 ഇൻ സ്റ്റേറ്റ്. സോ ദർ ഈസ് എ ഓക്സിഡേഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. സോ ആസ് വെൽ ആസ് oxidation taking place while removal of hydrogen. So this is chlorine, that is 0 in state in valency state. In HCl it is in -1 state. So there is a reduction taking place. So this is a reduction reaction. So just opposite that of oxygen reaction in which the substance loses hydrogen is known as oxidation reaction. The reaction in which the substance gains hydrogen is known as the reduction reaction. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. So now we are going to discuss the what is oxidizing agent as well as what is reducing agent. So in this example, that is copper oxide on reaction with the hydrogen gives H2O and CO. Here copper oxide is converted to copper, so that is reduction taking place, as well as in hydrogen gives to form water, that is oxidation is taking place. So whatever in here copper oxide getting reduced. So whatever substance are getting reduced അതിനെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്യുകയാണ്. സോ ഹൈഡ്രജൻ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു വാട്ടർ. സോ ഈ റിയാക്ഷനിൽ ഹൈഡ്രജൻ ഓക്സിഡൈസ് ആവാണ്. സോ ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിഡൈസ് ആവുന്നത് അങ്ങനത്തെ സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം റെഡ്യൂസിങ് ഏജൻറ്റും ഓക്സിഡൈസിങ് ഏജൻറ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഏത് സബ്സ്റ്റൻസ് ആണോ റെഡ്യൂസ് ചെയ്യുക അത് ഓക്സിഡൈസിങ് ഏജൻറ്റും, ഏത് സബ്സ്റ്റൻസ് ആണോ അത് ഓക്സിഡൈസ് ചെയ്യുക അത് റെഡ്യൂസിങ് ഏജൻറ്റുമാണ്. നൗ we will be discussing on the have you observed the effects of oxidation reaction in everyday life. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഓക്സിഡേഷൻ റിയാക്ഷനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ദാറ്റ് ഈസ് കൊറോഷൻ. വൺ എക്സാമ്പിൾ ഈസ് കൊറോഷൻ. ഓക്കെ, one example is corrosion, അതായത് തുരുമ്പ് പിടിക്കുന്നത്. Iron particles are shiny when new but get coated with a reddish brown powder when left for some time. This process is commonly known as rusting of iron. Iron particles അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായി ഫോം ആവും? യെസ്, റസ്റ്റ്, അതായത് തുരുമ്പായി മാറും. Some other materials also get tarnished in the similar way or in the similar manner. When a metal is attacked by substances around it, such as moisture, acids, etc., it is said to be corrode, and this process is known as corrosion. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? സിൽവറിൻ്റെ മാല യൂസ് ചെയ്യാറുണ്ട്, കമ്മലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഈ സിൽവർ കളർ മെറ്റൽസ് എന്തായി മാറും? കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിഷ് കളറായി മാറും. അത് കൊറോഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കോപ്പർ, അതായത് ഇരുമ്പിൻ്റെ പിച്ചള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്തായി മാറുന്നുണ്ട്? ഗ്രീൻ കളറായി മാറുന്നത്. ഇതൊക്കെ കൊറോഷൻ്റെ എക്സാമ്പിളാണ്. വേറെ എക്സാമ്പിളാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഓയിലി ഓർ ഫാറ്റി ഫുഡ് കുറച്ച് കാലം എക്സ്പോസ്ഡ് ചെയ്ത് കണ്ട് കഴിച്ചിട്ടുണ്ടോ? അത് റാൻസിഡായി എന്ന് പറയും, അതായത് കാറിയ മണമായിട്ട് മാറിയിട്ടുണ്ടാകും. സോ വെൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആർ ഓക്സിഡൈസ്ഡ് ദേ ബിക്കം റാൻസിഡ് ആൻഡ് ദേ സ്മെൽ ആൻഡ് ടേസ്റ്റ് ചേഞ്ച്. സോ ടേസ്റ്റും സ്മെല്ലൊക്കെ ചേഞ്ച് ചെയ്യും റാൻസിഡ് ആയാൽ.
Usually the substances which prevent the oxidation antioxidants are added to the foods containing the fats and oils. So fat oil ഒക്കെ ഉള്ള ഫുഡ് പ്രോഡക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻറ്റി ഓക്സിഡൻസ്, അതായത് ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാനുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. കീപ്പിംഗ് ഫുഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ ഓൾസോ റെഡ്യൂസസ് ദി ഓക്സിഡേഷൻ റിയാക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ബേക്കറി സാധനങ്ങൾ അതുപോലെ തന്നെ ഫാറ്റി ആൻഡ് ഓയിലി സാധനങ്ങളൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യണമെന്ന് പറയാൻ കാരണം. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ചിപ്സിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സറിൻ്റെ പാക്കറ്റോ ഒക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കാരണം വെച്ചാൽ അതിനകത്ത് നൈട്രജനെ അവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസാണ്. സോ the gas such as nitrogen prevent the chips from getting oxidized. So this is very important ആണ്. എന്തുകൊണ്ടാണെന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. Now we will going to discuss the index question, that is the last index questions in this chapter. Why does the color of copper sulphate solution change when an iron nail is dipped in it? എന്തുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ആവുന്നത് അയൺ നെയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ? So this is the answer, that is when iron nail കോപ്പർ സൾഫേറ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പർ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അയൺ അവിടെ ചെന്നിരിക്കും. അങ്ങനെ എന്ത് ഫോം ചെയ്യും? ഫെറസ് സൾഫേറ്റ് ഫോം ചെയ്യും. അങ്ങനെ ആ ഫെറസ് സൾഫേറ്റ് അങ്ങനെ കളറ് ചേഞ്ച് ചെയ്യും, അതായത് കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് അത് ചേഞ്ച് ആക്കും. സോ വെൻ ആൻ അയൺ നെയിൽ ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ദ അയൺ ഡിസ്പ്ലേസസ് ദ കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബിക്കോസ് ദ അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. നമ്മൾ പറഞ്ഞു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തുള്ള കോപ്പറിന് ആര് ഡിസ്പ്ലേസ് ചെയ്യും? അയൺ ഡിസ്പ്ലേസ് ചെയ്യും. കാരണം എന്താ? കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ. Fe എന്ന് പറയുന്നത്, അത് അയൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിയാക്റ്റീവാണ് കോപ്പറിനേക്കാളും. ദിസ് റിയാക്ഷൻ ഈസ് Fe plus CuSO4 gives FeSO4 plus Cu. So moving on to the next question, that is give an example of double displacement reaction other than in the activity 1.10. So we are giving an example, that is reaction between the silver nitrate, that is AgNO3, and sodium chloride is an example of double displacement reaction. During the reaction, the negative and positive groups interchange their ions leading to the formation of white silver chloride. വേറെ എക്സാമ്പിൾ ആണ് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ഷൻ ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡും NaNO3 സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ AgNO3 AgCl ആയി മാറും, NaCl NaNO3 ആയി മാറും. AgNO3 NaNO3 ആയി മാറും, NaCl AgCl ആയി മാറും. കാരണം ഇവിടെ എക്സ്ചേഞ്ച് ഓർ പൊസിഷൻ ചേഞ്ചിങ് ഓഫ് ദി both negative and positive ions taking place. So this is an example for double displacement reaction. So moving on to the last question, that is identify the substances which is oxidized and the substances that are reduced in the given reaction. So these are the reaction, that is Na plus oxygen gives Na2O as well as CuO plus H2 gives Cu plus H2O. ഇതിൽ സോഡിയം 0 സ്റ്റേറ്റിൽ നിന്ന് എന്തായി മാറുന്നു? +1 സ്റ്റേറ്റ് ആവും. അതായത് സോഡിയം ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഹിയർ. ഇവിടെ CuO plus H2 gives Cu plus H2O. ഇവിടെ CuOയിൽ കോപ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ +2 സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കൺവേർട്ടഡ് ടു 0 സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. സോ Cu ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ വാലൻസി നോക്കിയിട്ടാണ് ഓക്സിഡേഷൻ റിഡക്ഷനും കൂടെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയ രീതിയിൽ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ദി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് ദി കൊറോഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റാൻസിഡിറ്റി ഒക്കെ, ഓക്സിഡേഷൻ ആൻഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഡോക്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ റാൻസിഡിറ്റി ആൻഡ് കൊറോഷൻ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. താങ്ക്